നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം. ആ വാക്കാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. മാധ്യമ, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഇരകളാണ് ഈ ഇരിക്കുന്ന മനുഷ്യർ. പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും എന്ത് ഇലക്ഷൻ ആയാലും ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആര് നിൽക്കുന്നോ അവരുടെ കൂടെ കടപ്പുറത്തുകാരുണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ ആരവഗണിച്ചോ അവരെ അതേപോലെ തന്നെ അവഗണിക്കാനായിട്ട് കടപ്പുറത്തുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവരുടെ കയ്യിൽ രേഖയുണ്ടെന്ന് പറയണം. ആര് പറയണത്? അവരല്ലേ പറഞ്ഞത്. അവരൊന്നും ഞങ്ങൾ ഇറങ്ങൂല. ശരിക്കും പറഞ്ഞാലേ നമ്മളുടെ ഈ 1-ാം വാർഡിനെ ഗാസാന്നും 2-ാം വാർഡിനെ റഫാന്നും പേരിടണം. അങ്ങനെ പേരിട്ട് കഴിയുമ്പോൾ ഇപ്പം എല്ലാ സാംസ്കാരിക നായകരും ഇവിടേക്ക് എത്തും. ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു മതവിഭാഗം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം ദുഷ്കരമാണ്. രക്ഷിക്കാൻ വേണ്ടി നമ്മളെ വേണം, ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഇവരുണ്ട്. അങ്ങനെ പാടില്ല. ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഞങ്ങളെ ഉപദ്രവിക്കാൻ നിന്നാൽ ഞങ്ങൾ ആരോടാണ് ഈ ഞങ്ങളുടെ കഷ്ടത പറയണത്? ഞങ്ങളെ രക്ഷിക്കാൻ ആരാണ് മുമ്പോട്ട് വന്നത്? ഞങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മുനമ്പം ബീച്ചിലുള്ള വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിലാണ്. നമുക്കറിയാം, മുനമ്പം ചെറായി എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടിവരുന്ന ഒരു ചിത്രമുണ്ട്. മനോഹരമായിട്ടുള്ള ബീച്ച്, മനോഹരമായിട്ടുള്ള തീരപ്രദേശങ്ങൾ, അത് കാണാൻ ആഹ്ലാദത്തോടെ കടന്നു വരുന്ന ടൂറിസ്റ്റുകൾ. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹം അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ച ഒരു ദയനീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ചെറായി, മുനമ്പം ഈ ഒരു പ്രദേശത്തിലെ മണ്ണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് വീണ് കുതിർന്നിരിക്കുകയാണ്. ഇവിടെ അലയടിക്കുന്ന കടൽക്കാറ്റിലും ആർത്തലിച്ചു വരുന്ന തിരമാലകളിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദയനീയമായിട്ടുള്ള രോദനമാണ്, വിലാപമാണ്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ ജനങ്ങളുടെ കാരണവന്മാർ എല്ലുമുറിയെ പണിയെടുത്ത്, കടലിൽ പണിയെടുത്ത്, ചോര നീരാക്കി തങ്ങളുടെ സമ്പാദ്യം, തങ്ങൾ നൂറ്റാണ്ടുകളായി ജീവിച്ച് വളർന്ന ആ ഒരു ഭൂമി തങ്ങളുടെ സമ്പാദ്യം കൊടുത്തുകൊണ്ട് സ്വന്തമാക്കുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വഖഫിന്റെ ഒരു രൂപത്തിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു. ഒരു അധിനിവേശ ശക്തിയായി കടന്നു വരുന്നു. പിറന്നു വീണ മണ്ണിൽ, ജനിച്ചു വീണ മണ്ണിൽ, കളിച്ചു വളർന്ന മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പം ചെറായി ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. ഈ നാടിനോട്, ഈ പൊതുസമൂഹത്തോട്, തങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളോട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ അതിഥികൾ എന്ന് പറയുന്നത് ഈ മുനമ്പം, ഈ ഒരു ചെറായി പ്രദേശത്തെ ജനങ്ങളാണ്. ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫാദർ ജോഷി മയ്യാറ്റിൽ. അദ്ദേഹം ആണ് ഈ ഒരു വിഷയത്തിന്റെ ഒരു ഗൗരവം പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ എത്തിച്ചത്. ഒപ്പം തന്നെ ഇവിടുത്തെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോസഫ് ബെന്നി ഭൂസംരക്ഷണ സമിതിയുടെ കോർഡിനേറ്ററാണ്. ഒപ്പം തന്നെ ശ്രീമതി സിജി ഇവിടുത്തെ പാരിഷ് സെക്രട്ടറിയാണ്. ഈ 3 എക്സ്പേർട്സിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഷെക്കേന ന്യൂസിന്റെ എല്ലാ ഐക്യദാർഢ്യവും നിങ്ങൾ നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിന് സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് മാസത്തിൽ ഷെക്കേന ന്യൂസ് സംപ്രേഷണം ചെയ്ത ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു പ്രതിസന്ധികൾ പുറലോകത്തെ അറിയിക്കാൻ ഉതകുന്ന രീതിയിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. ഇനിയും നിങ്ങളുടെ പോരാട്ടത്തിനൊപ്പം ഷെക്കേന ന്യൂസ് ഉണ്ടാകുമെന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിലേക്ക് പോവുകയാണ്. അങ്ങയെ ഏറ്റവും തന്നെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങ് വളരെ ഒരു റിസ്ക് എടുത്തിട്ടാണ്, അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിൻ്റെ പേരിൽ പല വിമർശനങ്ങളും അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു ആഴം അങ്ങൊന്ന് പങ്കുവെക്കാം. ഞാനൊരു ഇന്ത്യക്കാരനാണ്. അപ്പം ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് ചില ധാരണകളുണ്ട്. അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉള്ള ധാരണയാണ്. എൻ്റെ ഇന്ത്യ ഒരു മതേതര ഇന്ത്യയാണ്, സെക്കുലർ സ്റ്റേറ്റാണ്. എൻ്റെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. എൻ്റെ ഇന്ത്യ
ഒരു മതരാഷ്ട്രമല്ല. എൻ്റെ ഇന്ത്യ ഒരു തെയോക്രാറ്റിക് സ്റ്റേറ്റും അല്ല, ദൈവം ഭരിക്കുന്ന സ്റ്റേറ്റും അല്ല. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ മേൽ കടന്നു കയറാൻ കഴിയുന്ന അധികാരാവകാശങ്ങളുള്ള ഒരു നിയമനിർമ്മാണം നടത്തി വെച്ചിട്ട് വഖഫ് ബോർഡിന് അത് ഏൽപ്പിച്ചിട്ട് ആ വഖഫ് ബോർഡിൻ്റെ മുൻപിൽ, അതായത് ഒരു മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ, അതും അതൊരു സ്റ്റാറ്റ്യൂട്ടറി സംഗതിയായിട്ട് വെച്ചുകൊണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് അതിനു മുൻപിൽ പോയി ഞാൻ കേഴേണ്ട ഒരു ഗതികേട് ഒരു ഇന്ത്യൻ പൗരന് വരുന്നു. ഈ തിരിച്ചറിവാണ് എന്നെ ഞെട്ടിച്ചത്. ഒരു ഇന്ത്യ വേർതിരിഞ്ഞ് ഒരു മതരാഷ്ട്രമായിട്ടുണ്ട്, അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. പിന്നെ ഒരു ചെറിയ സംഗതി ബംഗ്ലാദേശ്. പക്ഷെ ഇന്ത്യക്ക് പ്രത്യേകമായൊരു മതമില്ല. ഇവിടെ ഏതു മതസ്ഥനും വിശ്വസിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു മതം സർക്കാരിൻ്റെ സ്വന്തം മതം പോലെ നിന്ന് മറ്റു മതസ്ഥരെയൊക്കെ വിഴുങ്ങാൻ, അത് ഇന്ത്യയല്ല, അത് ഇന്ത്യ എന്ന ആശയമല്ല. കോൺഗ്രസ് രാഹുൽ ഗാന്ധി സ്ഥിരം പറയുന്ന ദി ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന ആശയത്തിന് ഘടക വിരുദ്ധമാണ് ഈ വഖഫ് ആക്റ്റും അതിൽ നിന്ന് ഉളവാകുന്ന ഈ കൺഫ്യൂഷൻസും. അതിൽ നിന്നാണ് എൻ്റെ പഠനം ഞാൻ ആരംഭിച്ചത്. സത്യത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ഒരു വാക്ക്, ഈ ഒരു വഖഫിന്റെ ഒരു ഭേദഗതി ഒരു ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിച്ചു. അതിനെ തുടർന്ന് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് പലരും അച്ഛൻ പറഞ്ഞതുപോലെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞാൻ ജനങ്ങളിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു മുതിർന്ന തലമുറയിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് കൃത്യമായിട്ട് തന്നെ തങ്ങൾ അനുഭവിച്ച ഈ ഒരു പ്രദേശം ഇത്രത്തോളം ഒരു വികസിതമായ രീതിയിൽ എത്തിച്ചേരുവാൻ അവർ അനുഭവിച്ച ചില യാതനകളുണ്ട്, അവർ അനുഭവിച്ച ചില ത്യാഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് വഖഫ് ഒരു അധിനിവേശ ശക്തിയായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ മുതിർന്നവരുടെ ഒരു പ്രതികരണം തേടുകയാണ്. നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സംഗതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, തങ്ങൾ ജനിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന മണ്ണ് തങ്ങളുടേതല്ല എന്ന രീതിയിലേക്ക് വഖഫ് സ്ഥാപിച്ചെടുക്കുന്ന ആ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക സംഘർഷം, പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിലേക്ക് മൈക്ക് ഒന്ന് കൈമാറുക, അവരൊന്ന് പങ്കുവയ്ക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണ് 31 വർഷമായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പുന്നപ്ര വയലാർ സമരനേതാവിൻ്റെ ഒരു മകനും കൂടിയാണ്. പക്ഷേ ആ നാട്ടിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മുതലാളിത്തം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളെ പോലെയുള്ള തൊഴിലാളികൾ തന്നെ അത് പാടെ നമ്മൾ മാറ്റിയ ഒരു സംഭവം തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ കടന്നു വന്ന ഈ സംഭവം ഒരു ഭയങ്കര ദയനീയ അവസ്ഥയാണ്. കാരണം കടലിൻ്റെ മക്കൾ ഒരു പട്ടാളക്കാരെ കൂട്ടാണ് ഇവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ ഇടയിലേക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ വെള്ളപ്രളയം വരുമ്പോൾ അവരെ രക്ഷിക്കാനും, കൊടുങ്കാറ്റ് വരുമ്പോൾ അവരെ ഓടിച്ചെന്ന് രക്ഷിക്കാനും, അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഈ വടക്കുവശം താമസിക്കുന്നുണ്ട് കേട്ടോ സാറേ. ഞാനത് എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷെ എനിക്കന്ന് പോകാൻ പറ്റില്ല. എങ്കിലും ഇവിടെ ഒരു മഹാമാരി ഉണ്ടായപ്പോൾ ഒരു മനുഷ്യനെ എടുക്കാൻ പറ്റാത്ത ഒരാളെ എൻ്റെ മുതുകത്തെ ഞാൻ കെട്ടിവെച്ച് പോയ ഒരു ചരിത്രം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അപ്പൊ ഇത് രക്ഷിക്കാൻ തന്നെയല്ല ഈ കടലിൻ്റെ മക്കൾ. ഞങ്ങൾക്ക് നമ്മുടെ ഉപജീവന മാർഗം കൊണ്ട് നേടിയെടുത്ത ഒരു കുഞ്ഞു വീടുകളാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഈ ഇവിടുത്തെ സർക്കാരും മറ്റുള്ളവർ സഹായിക്കണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്, അല്ല അപേക്ഷിക്കുകയാണ് ഇത്. കാരണം ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങും പോകാനില്ല. ഈ കടലോരം അല്ലാതെ വേറെ എങ്ങും പോകാൻ ഞങ്ങൾക്കില്ല. അപ്പം അത് നേരിൽ കണ്ട് ഒന്ന് പറയണമെന്ന് ഇങ്ങനെ ഒരു ആശ വന്നപ്പോൾ ഞാൻ ഇന്നൊരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് എൻ്റെയൊക്കെ ഈ കാര്യം പറയുക. അപ്പം ഞാൻ പറഞ്ഞ് നമുക്കത് ഒരുമിച്ച് നീക്കണം, അത് നേടിയെടുക്കണം. നമ്മുടെ അവകാശമാണ്, അല്ലാതെ ഇവരുടെ അവതാരിയല്ല, നമ്മുടെ അവകാശമാണ്. അത് നമുക്ക് നേടിയെടുക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഈ കാര്യത്തിനൊന്നും പങ്കെടുക്കാറില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ഭയങ്കര സങ്കടമായതുകൊണ്ടാണ് വന്നത്. അത് തുറന്ന് പറയാനുള്ള കാരണം, ഈ മക്കള് രക്ഷിക്കാൻ വേണ്ടി നമ്മളെ വേണം, ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഇവരുണ്ട്. അങ്ങനെ പാടില്ല.
ഞങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഇവർ മുന്നോട്ട് വരേണ്ടത്. ഈ സർക്കാരും മറ്റുള്ള അനുഭാവികളും എല്ലാവരും കൂടി സഹകരിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അച്ഛാ, അതൊരു പ്രസക്തമായിട്ടൊരു കാര്യമല്ലേ പറഞ്ഞത്. അതായത് ആവശ്യം വരുമ്പം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വേണം, കേരളത്തിന്റെ സൈന്യമാണെന്നൊക്കെ പറയുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു കാര്യമല്ല ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിശക്തമായി ഈ വിഷയം നമ്മുടെ കേരളത്തിൽ ഈ വിഷയം ഇതുവരെ ആര് ടേക്കപ്പ് ചെയ്തു? CPM ടേക്കപ്പ് ചെയ്തോ? കോൺഗ്രസ് ടേക്കപ്പ് ചെയ്തോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, പറയാവുന്ന ഏതെങ്കിലും പാർട്ടി ടേക്കപ്പ് ചെയ്തോ? അപ്പം അത് ചേട്ടൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഇവരെ തഴഞ്ഞ രാഷ്ട്രീയക്കാർ ഉപേക്ഷിച്ച, കൈയൊഴിഞ്ഞ ഒരു ജനതയാണ് ഇവർ. വളരെ സങ്കടമുണ്ട് അത് കേൾക്കുന്നതിലും പറയുന്നതിലും. എൻ്റെ പേര് ബെന്നി. ഞാനിവിടെ 10 വയസ്സിൽ വന്നാണ്. ഇപ്പം എനിക്ക് 61 വയസ്സായി. ഞാനിവിടെ വരുമ്പോഴൊക്കെ കംപ്ലീറ്റ് ചെറ്റപ്പരായിരുന്നു. ഇവിടെ മതിലുകളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് വീടിൻ്റെ മുമ്പിൽ കൂടി പോയാലും നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എത്താം. റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. കടൽ വന്ന് ഇടിച്ചിരുന്ന വെച്ചാൽ ഇപ്പം ഈ റോഡ് കാണുന്ന സ്ഥലത്താണ് കടൽ വന്ന് ഇടിച്ചിരുന്ന വെച്ചത്. അന്ന് ഇത്തല് വാരിയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്ന വെച്ചത്. ഞങ്ങളുടെ ഈ ഫാറൂഖ് കോളേജിൻ്റെ ഇരുന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലം എഴുതി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീടിന് ഈ നമ്പറൊക്കെ കിട്ടിയത്. വീടിന് നമ്പറും സ്ഥലത്തിന് ഈ കരോ കടക്കാൻ പറ്റിയതിൻ്റെ പേരിലാണ് ഇവിടെ കരണ്ട് വന്നത്. കരണ്ട്, വെള്ളം ഇതെല്ലാം വന്ന്. അപ്പോഴും പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആദ്യം വന്ന പാലമാണ് നമ്മുടെ ഈ രവീന്ദ്രപാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കണം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ സീവാള് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പാലമാണത്. ഇരുമ്പ് പാലം. അതിന് മരം ഇരുന്ന് അതിൻ്റെ മുകളിലിട്ടിരുന്ന് വെച്ചത്. ഇത് അറിയപ്പെടുന്നത് രവീന്ദ്രപാലം എന്നാണ്. അത് അതിൻ്റെ ആ കോൺട്രാക്ടറുടെ പേരാണ് ഇട്ടേക്കണത്. പിന്നെയാണ് ഇവിടെയുള്ള പാലങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളമായി, വെളിച്ചമായി. ഞങ്ങളെ ഇവിടെ നിന്ന് ചെന്ന് ഞങ്ങൾ കടലിൻ്റെ ഇടി കൊണ്ട് ഞങ്ങളെ പുറമൊക്കെ വെറുതെ ഈ കടപ്പുറമുരികളെ സഹിച്ചിരിക്കുകയായിരുന്നു. അക്കരെ ചെല്ലുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കടപ്പുറമുരികളെന്നാണ് വിളിച്ചിരുന്നു വെച്ചത്. അതായത് ഞങ്ങൾ അത്രയും നിശ്ചിച്ചിട്ടിരുന്നു വെച്ചാൽ ആൾക്കാരായിരുന്നു ഞങ്ങൾ ഇവിടെ. ഇപ്പം ഇവിടെ ബീച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പം ബീച്ചുകാരായി. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നൊക്കെ പറഞ്ഞാലേ ഞങ്ങൾ അറിയുള്ളൂ. ഇപ്പം ദേ വന്നേക്കണ് ഈ കൊള്ളക്കാരുടെ സൈസ് ഇവർ വന്നേക്കണ്. എന്ത് ചെയ്യും ഞങ്ങൾ എവിടെ പോവും? ഞങ്ങൾക്ക് ഇവിടെ വീട് കയറ്റിയേക്കണത് ഒറ്റയടിക്കല്ല, പൈസ കയ്യിലുണ്ടായിട്ടല്ല. കടലിൽ പോയി കിട്ടുന്ന കാശും മിത്തല് വരുന്ന കാശൊക്കെ കൂട്ടി വെക്കും. ഈ ഉറുമ്പ് കൂട് കൂട്ടൂലേ, അതേപോലെ കുറച്ച് കാശ് കിട്ടുമ്പോൾ കുറച്ച് സിമെൻ്റ് എടുക്കും, കുറച്ച് കാശ് കിട്ടുമ്പോൾ കുറച്ച് ഇഷ്ടി എടുക്കും, കുറച്ച് കാശ് കിട്ടുമ്പോൾ കുറച്ച് പണിക്കാർ നിർത്തും. അങ്ങനെ പണിത വീടുകളാണ് ഇവിടെ ഉള്ളത്. അല്ല ഒറ്റയടിക്ക് പണിത വീടുകളൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇതിന് അവകാശം ഞങ്ങൾ ഇത്രയും വർഷം പണിയെടുത്ത കാശാണ് ഈ വീടൊക്കെ പണിതേക്കണത്. കടലിൻ്റെ ഇടി ഞങ്ങൾക്കൊരു മടിയുമില്ല. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ കടലിൻ്റെ മക്കൾ രക്ഷിക്കാൻ ചെന്നില്ലേ, കടലിൻ്റെ ഏത് കടലിൽ വന്നാലും ഞങ്ങൾ ധൈര്യത്തിന് പോവും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ. അതാണ് രക്ഷിക്കാൻ വേണ്ടി പോയത്. വേറെ ഒരു പോയാ രക്ഷിക്കാനായിട്ട്? ഇത്രേ പറയാനുള്ളൂ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജിംസി ആൻ്റണി. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ഇപ്പൊ ഇത്രയും പ്രായമായ അമ്മമാർക്കൊക്കെ അറിയാൻ പാടില്ല വഖഫ് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. എന്താണ് വഖഫ്? ആദ്യമൊക്കെ കേട്ടപ്പോൾ എല്ലാവരും കുഴപ്പമില്ല, ഞങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഇറങ്ങൂല, ഞങ്ങൾ ഇറക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. ഇപ്പൊ വഖഫിനെ കുറിച്ച് തന്നെ നല്ല ഉത്ബോധ്യം എനിക്കടക്കം, ഈ പ്രായമായവർക്കടക്കം കുറച്ചെങ്കിലും ഉത്ബോധ്യം വന്നിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ ആര് തന്നെ ഞങ്ങളെ കുടിയിറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയുമില്ല. അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും തന്നെ ഞങ്ങളുടെ ഈ ദേവാലയം ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ അത് പങ്കുവെക്കുവാനും അതിലേറെ തന്നെ ഞങ്ങളുടെ ദുഃഖങ്ങൾ വരുമ്പോൾ ഈ അമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുമുള്ള ഈ ദേവാലയമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്തർത്ഥം? ഞങ്ങളുടെ മുന്നിൽ ഇനി ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഭൂമി തിരികെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഏതറ്റം വരെ പോകണം? ഞങ്ങളോടുകൂടെ നിൽക്കുന്ന ജോഷി മയ്യാറ്റിൽ അച്ഛനെ പോലെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട്. ആ ബലത്തിൽ തന്നെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു ആത്മഹത്യക്കും ഞങ്ങളുടെ നാട്ടുകാർ ഇനിയില്ല. ഞങ്ങൾക്ക് നല്ല ശക്തിയുണ്ട്. സമരം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഭൂമി വഖഫിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ ധീരതയോടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേടിയെടുക്കും.
തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങൾ കാണിക്കുന്ന ഒരു നിശ്ചയദാർഢ്യത്തിനൊരു ബിഗ് സല്യൂട്ട്. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കറന്റ് നേരിടുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിടുന്ന ഈ പ്രത്യേകിച്ച് ഈ വഖഫ് ഒരു അധിനിവേശ ശ്രമവുമായിട്ട് വരുന്നു, നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ നിങ്ങളൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ വന്നിട്ട് കുറേ അധികം കാലങ്ങളായി കുഞ്ഞു കൊച്ചുങ്ങളുമായിട്ട് ഞങ്ങൾ ഈ കടപ്പുറത്ത് വന്ന് ഒരു കുളം കുത്തിയാണ് ഞങ്ങൾ ഒരേ തൈകൾ നനച്ചും ഇതായിട്ട് ജീവിച്ചു വന്നത്. അന്ന് ആ പിള്ളേർ ഇന്ന് വലുതായി, അവർക്ക് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ നേടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയാൽ എവിടെ ഞങ്ങൾക്ക് പോകണം എന്ന് ഞങ്ങൾക്ക് തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് കടലല്ലാതെ യാതൊരു ആദരവും ഞങ്ങൾക്കില്ല. ഈ കുഞ്ഞുമക്കളുമായിട്ട് ഇരട്ടപ്പിള്ളേർ വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളോട് ഏത് വഴി കൂടെ ഇറങ്ങും, ഏത് തീരുമാനത്തിലും ഞങ്ങൾ ഏത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ ജോസഫ് ബെന്നിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വളരെ ദീർഘനാളുകളായിട്ടൊരു നിയമ പോരാട്ടത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, വർഷങ്ങളായിട്ട് ഇവർ താമസിക്കുന്ന ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിക്കാനുള്ളൊരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പോരാട്ടം നടത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പാവങ്ങളുടെ സർക്കാരാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ഈ സർക്കാരുകളെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതൊരു ഇരട്ടത്താപ്പല്ലേ ഈ പറയുന്ന ഭരണകൂടങ്ങൾ ഈ ജനത്തോട് കാണിക്കുന്നത്? സ്വന്തം ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടം നടത്തുക എന്ന ഗതികേടിലേക്കല്ലേ ഭരണകൂടങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ തള്ളിവിട്ടിരിക്കുന്നത്? ജോസഫ് ബെന്നി. അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ മണ്ണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നീണ്ട കാലഘട്ടത്തിലെ കേസുകൾക്ക് ശേഷമാണ് ഞങ്ങളിത് തീറ് വാങ്ങിക്കുന്നത്. പക്ഷേ നരസിംഹറാവു ഗവൺമെൻറ് 1995 കൊണ്ടുവന്ന വഖഫ് ആക്റ്റാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ആ വഖഫ് ആക്റ്റിലെ സെക്ഷൻ 40 ഏത് ഭൂമിയും വഖഫ് ബോർഡിൻ്റേതാണെന്ന് തോന്നിയാൽ അത് ആരോടും ചോദിക്കാതെ അവരുടെ രജിസ്റ്ററിലേക്ക് എഴുതിയെടുക്കുന്നതിനുള്ള തെറ്റായ രീതിയിലുള്ള ആ നടപടിക്രമം, അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ പാവപ്പെട്ടവരുടെ പറമ്പുകളും സ്വത്തുക്കളും പിടിച്ചെടുക്കുന്നതിനുള്ള നിയമപരമായ സാധ്യതകൾ ഇല്ലാതെയാവുകയുള്ളൂ. ഇപ്പോൾ നിയമപരമായ സാധ്യതയാണ് പാർലമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ മാറ്റം ചെയ്യണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഭൂമി ആ ആക്ടിനനുസരിച്ചിട്ട് 2008 എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, 685/2008. അതുപ്രകാരം ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ സമിതിയിലെ 2 വ്യക്തികൾ ചേർന്ന് ഫയൽ ചെയ്തു. അത് ഗവൺമെൻറ് ഓർഡർ ആക്കിയെടുത്തു. ഗവൺമെൻറ് അതിന് നിസാർ കമ്മീഷനെ വെക്കുന്നു. ആ നിസാർ കമ്മീഷൻ ഒരു റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ട് പറയുന്നു ഇത് വഖഫിൻ്റേതാണെന്ന്. പക്ഷെ ഇവിടുത്തെ എന്ത് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി ഇസ്ലാമിക ദർശനങ്ങളിൽ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസം ചെയ്യുമെന്നുള്ള വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി അടിയൻ പറയുന്ന വ്യവസ്ഥയോടുകൂടി ഈ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫായി എന്നൊരു വാക്ക് അതിലുണ്ട്, വഖഫായി എഴുതി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് 1950-കളിൽ. ഈ 50-കളിൽ ഇത് എഴുതി കൊടുക്കുമ്പോൾ 1948 സിദ്ദിഖ് സേട്ട് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ നിന്നും എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കുടിയാൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ പാലം വരും, റോഡുകൾ വരും, കരണ്ട് വരും, അതുകൊണ്ട് അതിനപേക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം കുടിയാൻ സർട്ടിഫിക്കറ്റ് പറവൂർ തഹസിൽദാരിൽ നിന്നും ഒപ്പിച്ചു കൊടുത്തു. അതിനുശേഷമാണ് 1950 നവംബർ 1 ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഭൂമി ഒരിക്കലും വഖഫായിട്ട് കൊടുക്കുകയില്ല, വഖഫല്ല. അതുകൂടാതെ 1954 എഴുതപ്പെട്ട വഖഫ് നിയമങ്ങൾ വരണത്. ഈ കണ്ടീഷൻ, തെറ്റായ ഈ നടപടിക്രമങ്ങൾ, അതാണ് ഇവിടെ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതോടൊപ്പം തന്നെ ആ ആധാരത്തിൽ പറയുന്നു, എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. എങ്ങനെയെങ്കിൽ ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ എനിക്കും എൻ്റെ അനന്തരാവകാശികൾക്കും ഇത് തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതും ഒരു കണ്ടീഷണൽ ആധാരമാണ് ഫറൂഖ് കോളേജിന് കൊടുത്തത്. ആ കണ്ടീഷണൽ ആധാരം കൊടുത്തതിന് ശേഷം 2008 EP ഫയൽ ചെയ്ത്
അവരുടേതാക്കി എടുക്കുന്നു. 2012 വീണ്ടും കേസ് കൊടുക്കുന്നു. 2017 അത് വഖഫ് എൻക്വയറി കമ്മീഷൻ തന്നെ എടുക്കുന്നു. തുടർന്നാണ് 2019 വഖഫ് ബോർഡ് ഞങ്ങൾക്കൊരു നോട്ടീസ് തരാതെ, ഞങ്ങളാരും അറിയാതെ വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരത്തിലേക്ക് എഴുതിയെടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനമായ പ്രശ്നം. അപ്പൊ തന്നെ വെച്ചാ ഈ വഖഫ് നാം മനസ്സിലാക്കുന്നിടത്തോളം ഏകദേശം 9 ലക്ഷം ഏക്കറോളം ഒരു ഭൂസ്വത്തിന് ഉടമയാണ്, 4 ലക്ഷം കോടിയോളം സ്വത്തിന് ഉടമയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി ഏറ്റെടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണോ ഇപ്പോൾ വഖഫ്? ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊള്ള. വെറും കൊള്ളയല്ല, നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘമാണ് വഖഫ് ബോർഡ്. അപ്പം അത് വഖഫ് ബോർഡ് ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ചെറായി മുനമ്പം പ്രശ്നം നമ്മൾ ഹൈലൈറ്റ് ചെയ്തു, നമ്മുടെ വിഷയമായതുകൊണ്ട് ഇന്ത്യയിലൊട്ടാകെ, അതായത് ഇന്ന് വഖഫ് മാനേജ്മെൻറ്റ് പോർട്ടലിൽ നമുക്ക് 52,000 മറ്റോ ലിറ്റിഗേഷൻസ് ഓൾറെഡി ഉണ്ട്. അതായത് വഖഫ് ബോർഡ് ഇന്ത്യയിൽ ഉടനീളം അതായത് ഇപ്പോൾ ചെറായി മുനമ്പംകാർക്ക് അനുഭവിക്കുന്ന ഇതേ പ്രശ്നം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഞാൻ പറഞ്ഞത് പോർട്ടൽ ലിറ്റിഗേഷനാണ്. ഇനി വഖഫ് ട്രൈബ്യൂണലിലേക്കോ ലിറ്റിഗേഷൻസ് 12,000 ഇപ്പം നിൽക്കുകയാണ്. ഇനി സംസ്ഥാനത്തെ വഖഫ് 32 വഖഫ് ബോർഡുകളുണ്ട് സംസ്ഥാനങ്ങളിലായിട്ട്. അങ്ങനെ ഈ വഖഫ് ബോർഡുകളിൽ ഇപ്പോഴുള്ള 18,000 ലിറ്റിഗേഷൻസ് നിൽക്കുന്നു. പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായിട്ട് 165 ലിറ്റിഗേഷൻസ് നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വഖഫ് ബോർഡിൻ്റെ ശൈലി പിടിച്ചെടുക്കലിൻ്റെ ശൈലിയാണ്, അധിനിവേശത്തിൻ്റെ ശൈലിയാണ്. അതിന് സൗകര്യമായ നിയമനിർമ്മാണം നമ്മുടെ കൊള്ളക്കാരുടെ അടിമകളായ രാഷ്ട്രീയക്കാർ ചെയ്തു കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു. അപ്പം അതുകൊണ്ട് വഖഫിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് വേറൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും. അള്ളാഹുവിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ആവശ്യത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ മുസ്ലിം ചാരിറ്റി എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. മുസ്ലിം ചാരിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴുള്ള വിഷയം എന്താണെന്നറിയാവോ? കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് വഖഫ് ബോർഡിൽ നടന്നിട്ടുള്ള കഠിനമായ അഴിമതികൾ. അത്തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ അമുസ്ലിങ്ങളെ കാർന്ന് ഇവർ വഖഫ് ബോർഡ് എടുക്കുന്നു. വഖഫ് ബോർഡിനകത്ത് ഉള്ള ഉദ്യോഗസ്ഥര് ബോർഡിനെ കാർന്ന് തിന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡിലെ ചില ഉദ്യോഗസ്ഥരാണ്. ഇതാണ് അവസ്ഥ. വ്യക്തമാണ്. ഞാൻ ജനങ്ങളോട് ചോദ്യം ഉന്നയിക്കുകയാണ്. നേരത്തെ ഈ സമൂഹത്തിലെ മുതിർന്നവർ പറയുകയുണ്ടായി, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ വികസനം കടന്നില്ലാത്തൊരു പ്രദേശമായിരുന്നു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബീച്ച് വരുന്നു, റിസോർട്ടുകൾ വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശത്തുണ്ടായ ഒരു വികസനം കണ്ട് കൊതിച്ചിട്ടാണോ, മോഹിച്ചിട്ടാണോ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ വഖഫ് നിങ്ങളെ കാർന്ന് തിന്നാൻ വന്നത്? ആ ചോദ്യം ജനങ്ങളിലേക്ക് ഇട്ടു തരികയാണ്. യെസ്, അത് നിങ്ങൾക്ക് പ്രതികരിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ ഈ ഇടവക അംഗമാണ്, 3ാം തലമുറയാണ്. അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അവരുടെ ടാർഗറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വികസനം കണ്ടതിന് ശേഷമാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മളിവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. കാരണം എൻ്റെ വീട് കൊണ്ടുപോകാനായിട്ട് ഒരുത്തൻ വരുമ്പോൾ അവനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കടമ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയതാണ് ഈ നാസർ മനയിലും ഈ അബ്ദുൾ മനാഫ് എന്ന് പറയുന്ന ഈ ആൾക്കാരെ കുറിച്ച്. ഇവരാരാണെന്ന് ഇവിടുത്തെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 2 പേര് വഖഫ് വരുന്നതിന് മുമ്പ് വഖഫ് സംരക്ഷണ സമിതി എന്നുള്ളൊരു നാമം കൊണ്ടുവന്ന് ഈ നാസർ മനയിലും അബ്ദുൾ മനാഫും, ഈ 2 സജീവ പ്രവർത്തകർ എങ്ങനെ ഈ മുനമ്പത്ത് വന്ന് ഈ ഒരു കാര്യം, ഇറ്റ്സ് വൺ ഓഫ് ഒരു നാച്ചുറൽ പോർട്ടാണ്. ഇതുപോലൊരു പോർട്ട് ഈ പരിസരത്ത് എങ്ങുമില്ല. കാരണം ഇവിടെ കണ്ട ഇവർ പല ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇവിടെ ആരും അന്വേഷിക്കാത്തൊരു കാര്യമുണ്ട്. ഈ രണ്ട് വ്യക്തികളുടെ പുറകിൽ നമ്മൾ ആദ്യമാണ്. അതൊരു കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷിക്കേണ്ട, ദേശീയ NIA അന്വേഷിക്കണം ഈ 2 വ്യക്തികളെ കുറിച്ച്, എസ്പെഷ്യലി നാസർ മനയിലും അബ്ദുൾ മനാഫിനെ കുറിച്ചും. ഇവരുടെ പിന്നിൽ ആരാണ് ഇവിടെ? കാരണം എനിക്ക് 50 വയസ്സായി, ഞാനൊരു പ്രവാസിയാണ്. എനിക്കിവിടെ ഒരു 3-4 വീടുണ്ട്. ഞാനതൊരു ഹോം സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാണ് ഇതൊന്നും എൻ്റെ പേരിലല്ലെന്ന്, ഇതെല്ലാം വഖഫിൻ്റെയാണ്. അങ്ങനെയാണ് അല്ലാതെ ഞാൻ ഇതിനകത്ത് അങ്ങോട്ട് സജീവമായിട്ട് നിന്നിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അറിയണത്
അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടെടുക്കാനായിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കടമ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ നാസർമാൻ ആരാണ് ആദ്യം ഇവിടെ എത്തിയത്, ഇതിവിടെ ആരും പറയാത്തൊരു കാര്യമാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ബലമായ സംശയം എന്തോ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചായിരുന്നു അവരിവിടെ വന്നത്. കാരണം ഇവിടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ലക്ഷദ്വീപ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന അതേ സമയങ്ങളിൽ തന്നെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ഭാഗ്യത്തിന് കേന്ദ്ര സർക്കാർ അതിനു മുമ്പ് അവരറിഞ്ഞു, ഇടപെട്ടു. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ വെക്കണം. ഇത് വികസനം മാത്രമല്ല, വഖഫിൻ്റെ അകത്തിരിക്കുന്ന കുറേ ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ഇതിനകത്ത് പങ്കുണ്ട്. കാരണം അവർ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ലക്ഷ്യം വെച്ച് പല കാര്യങ്ങളിലൂടെയാണ് ഇവിടെ വന്നത്. ബട്ട് എന്തോ ദൈവാനുഗ്രഹത്താലെ നമ്മളിതിലിപ്പോൾ എല്ലാം കൂടിയിട്ടുണ്ട്. ഇതിന് വളരെ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ചിലപ്പോൾ ശരിയായിരിക്കാം, മാതാവിനെ തൊട്ടപ്പോഴാണ് ശരിക്കും ഇവർ അറിഞ്ഞത്, ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. 74 വയസ്സുള്ള ഒരു തള്ളമ്മയാണ് ഞാൻ ഈ മണ്ണിൽ ഓടിക്കളിച്ച് വളർന്നവളാണ്. ഈ മണ്ണ് ശരിക്കും തീയാണ്, വെയിലുദിച്ച് വരുമ്പോൾ തീച്ച മണ്ണായിരുന്നു, തീ മണ്ണ്. ആ മണ്ണിൽ ഓടിക്കളിച്ച് വളർന്ന് അവിടെ തൈക്കൾ വെച്ച് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിനെ ഭൂമിയാക്കി എടുത്തത്. ചുള്ളിമുള്ളുകളായിരുന്നു. ആ ചുള്ളിമുള്ളുകളിൽ നിന്നാണ് ഞങ്ങൾ ഇതിനെ നന്നാക്കിയെടുത്ത് തൈ വെച്ച് തെങ്ങ് വെച്ച് അത് കഴിഞ്ഞ് കാശ് കൊടുത്ത് വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭഗവത് എന്നും പറഞ്ഞൊരു കൊള്ള സംഘം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരോട് പറയും? ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഞങ്ങളെ ഉപദ്രവിക്കാൻ നിന്നാൽ ഞങ്ങൾ ആരോടാണ് ഈ ഞങ്ങളുടെ കഷ്ടത പറയണത്? ഞങ്ങളെ രക്ഷിക്കാൻ ആരാണ് മുമ്പോട്ട് വന്നത്? ഞങ്ങൾ ആര് രക്ഷിക്കും? അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയട്ടെ, ഞങ്ങൾ ആര് രക്ഷിക്കുമെന്ന് പറയട്ടെ. ചുട്ടുപഴുത്ത മണ്ണായിരുന്നത്. ഇപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും അവരുടെ സങ്കടങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളൊരു വേറൊരു കാര്യമാണ്. എന്നാലും ഇവർ പറയാനുള്ളത് പറഞ്ഞു. പക്ഷേ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ വന്ന് പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വഖഫിൻ്റെ ചരിത്രമോ വേറൊരു ചരിത്രമോ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അറിയാവുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമാണ്. എൻ്റെ വീട് വഴിയാതരാവുമ്പോൾ എനിക്കത് വേണം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ കൂടെ നിൽക്കണില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുടുംബമാണ് വേണ്ടത്. ഇവിടെ വേണ്ടത് ഞങ്ങൾക്കൊരു അന്തിമ തീരുമാനമാണ് വേണ്ടത്. ആര് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും? ഞങ്ങൾക്ക് ഇനി ഇതുപോലെ വന്നിരുന്ന് ഇതുപോലെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെല്ലാം കളഞ്ഞ് വന്നിരിക്കണം. വരാനുള്ളവരുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന് ഇവിടെ സംസാരിക്കണം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ജോലി കളഞ്ഞ് വരാൻ പറ്റുമോ? ഞങ്ങളുടെ കുടുംബം പോയിരിക്കണം. വേറൊരു കുടുംബം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഇതിന് ജോലിക്ക് പോകണം. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാനോ ഇതൊക്കൊന്നും ഇതില്ല. ഞങ്ങൾക്ക് വേണ്ടൊരു കൺക്ലൂഷനാണ് വേണ്ടത്. അത് ആര് ഞങ്ങളെ രക്ഷിക്കും, ആര് ഞങ്ങളെ രക്ഷിക്കുമോ, എപ്പോൾ രക്ഷിക്കുമോ എന്നറിയണ്ട. എപ്പം ഞങ്ങൾക്ക് ഇത് പ്രശ്നം തീർന്നു കിട്ടും. ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ ഒന്നും ഓടി നടക്കാം ഇനി പറ്റൂല. ഇപ്പം ഈ ഒരു ഇത് വിളിച്ചു വരുത്തിയപ്പോൾ ഇത്രയും പേര് വന്നില്ലേ, എല്ലാവരും പണിയും കളഞ്ഞ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ എല്ലാവരും തളർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഈ പ്രശ്നം ഇപ്പോൾ 2019 തുടങ്ങിയുള്ള പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അറിയുന്നത് 2022 ഈ 2019 തുടങ്ങി 2022 വരെ ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ കളിയല്ലേ? ഞങ്ങൾക്കറിയേണ്ടത് ഇതൊരു അന്തിമ തീരുമാനം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഇതുപോലെ വന്നിരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എന്തിനാ വേറെ വാദിക്കാൻ പോയി മുട്ടണത്? ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ പോയി പറയേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് പറയണാണ്, ഇനി ഒരു വോട്ട് ചോദിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഒരു കുടുംബത്തെ ഈ മൊനമ്പം കടപ്പുറത്ത് രാഷ്ട്രീയത്തിൻ്റെ വലിയ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരും കയറി വരരുത്. അവർ വോട്ടിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അച്ഛൻ പറഞ്ഞ വീഡിയോയിൽ ഒരാളുടെ പേര് അത് ഞാൻ എടുത്ത് പറയണ്, ഹൈബീഡൻ MLA. പുള്ളി വന്ന് സംസാരിച്ചെല്ലാം പോയി. അപ്പോൾ അതുപോലെ ഓരോരുത്തരും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് രക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറ്റുന്നില്ല? ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് കൂടല അല്ലെങ്കിൽ ഒരാളുടെ ഇത് പോയി പറയലല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഇതിനൊരു കൺക്ലൂഷൻ വേണം. അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകണോ, അല്ലെങ്കിൽ ഇത് നടക്കുകയാണ്, ഞങ്ങൾക്ക് നികുതി അടക്കാൻ പറ്റില്ല. വീടിന് കരമടക്കൽ 10 രൂപ 20 രൂപ 50 രൂപ അങ്ങനെയുള്ളതുണ്ട്. അതുപോലെ ഞങ്ങളെ കൊണ്ട് അടുപ്പിക്കണല്ല. എന്താണ് കാര്യം? ഞങ്ങൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചെന്നുള്ള പട്ടയം ആധാരം എല്ലാം ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലും ഇരിപ്പുണ്ട്. അതൊന്നും ആരും നോക്കണില്ല. അവരുടെ കയ്യിൽ രേഖയുണ്ടെന്ന് പറയണം. ആര് പറയണ്? അവരല്ലേ പറഞ്ഞത്. അവരൊന്നും ഞങ്ങൾ ഇറങ്ങൂല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് നികുതി അടച്ചിട്ട് ഞങ്ങൾക്ക് പലരുടെയും പട്ടയം എവിടെയും ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് മറിച്ച് നോക്കണോ? ഇതുവരെയുള്ള പ്രശ്നങ്ങൾ അതാണ്. ആർക്കും ഇത് പറഞ്ഞ് പോകാന്നല്ലേ ഉള്ളൂ. ഇത്ര വർഷമില്ലേ. ഞങ്ങൾക്ക് വേണ്ടത് അന്തിമ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല.
ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സമാധാനോട് ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചോളാന്ന്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വേണ്ട, ഒരു വോട്ടും വേണ്ട. അതാണ് വേണ്ടത് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളോട് ഉള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് മുൻപത്തിലെ ജനങ്ങൾ നടത്തുന്നത്. സിജിയിലേക്ക് വരികയാണ്. നമുക്കറിയാം ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെയാണ് ഇവിടുത്തെ ജനത കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു അരക്ഷിതാവസ്ഥ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിലുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ഈ പ്രദേശത്തെ ഒരു കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്? അവരെത്രത്തോളം ഒരു ടെൻസ്ഡാണ് സിജി? എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, നേരത്തെ ചോദിച്ചു ഇപ്പൊ നമ്മുടെ സമകാലീനമായിട്ട് നടക്കുന്ന സംഭവം എന്താണെന്ന്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് കടപ്പുറത്തുകാരെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ തലമുറയിൽ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, അഡ്വക്കേറ്റ് ആയ കുട്ടികളുണ്ട്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ, അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല അവർ ചെയ്തേക്കുന്നത്. അവരെന്താ ചെയ്തേക്കുന്നത്? ബാങ്കുകളെ ആശ്രയിച്ച് വിദ്യാഭ്യാസ വായ്പകൾ എടുത്താണ് ഈ മക്കളെയൊക്കെ. ഇപ്പോൾ MBBS പഠിച്ചു തുടങ്ങിയേക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്യാഷാണ്, ബാങ്കിൽ നിന്ന് വരുന്ന ക്യാഷ്. കടലിലെ കാര്യം നമുക്കറിയാം. കടലിലാരും കൃഷി ചെയ്തിട്ടല്ല പോയി സാധനം എടുക്കുന്നത്. കിട്ടുമ്പോൾ കിട്ടിയില്ല. ഇപ്പൊ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ചേച്ചിമാരുണ്ട് ഇതിനകത്ത്. 10-23 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ ആരും അറിയാതെ പോയ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ബാങ്കുകളിൽ നമ്മൾക്ക് പട്ടയം വെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോ നമ്മുടെ ഈ നാട്ടില് ഇസാഫ്, മുത്തൂറ്റ് തുടങ്ങിയ പ്രൈവറ്റ് ബാങ്കുകൾ വന്ന് അധീനതയിലാക്കി കടപ്പുറം പ്രദേശത്തിന്. വഖഫിനേക്കാളും ഇപ്പോ ഇവരനുഭവിക്കേണ്ടി വരിക വലിയൊരു ദുരന്തം വരാൻ പോകുന്നത് കടബാധ്യത. 40,000 രൂപ ഇവർ പലിശക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 60,000 രൂപ തിരിച്ചടക്കേണ്ട അവസ്ഥ. ആഴ്ചയിൽ 750 രൂപ വെച്ച് തിരിച്ചടക്കേണ്ട അവസ്ഥ. ഇതൊന്നും ഒരു പ്രമുഖ മാധ്യമങ്ങളും പറയില്ല. കാരണം ഇവർക്ക് വായ്പ എടുക്കാതെ പറ്റില്ല. ഇവർക്ക് വാദിക്കെ കൊണ്ടുവന്ന് വായ്പ കൊടുക്കാൻ ആളുകളുണ്ട്, എടുക്കാതെ പറ്റില്ല. കാരണം ഇവരുടെ ഗതികേട്, നിസ്സഹായത. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് സാംസ്കാരിക നായകന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. മണിപ്പൂരിന് വേണ്ടി കരഞ്ഞ ഒത്തിരി രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എവിടെയോ കിടക്കുന്ന മണിപ്പൂരിന് വേണ്ടി കരഞ്ഞവര് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പ്രദേശത്തിന് കാണാതെ പോയി, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാതെ പോയി. അതാണ് സംഭവം. മനുഷ്യരുടെ വേദനകൾ അറിയാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധി ആയാലും, ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വരുന്നതല്ല. അത് ഏത് പാർട്ടി ആയാലും, അത് വലതനായാലും ഇടതനായാലും നടുവനായാലും ഏത് പാർട്ടി ആയാലും ഇലക്ഷൻ സമയത്തല്ല ജനങ്ങളെ കാണാൻ വരേണ്ടത്. ഇന്ന് BJPയുടെ നമ്മുടെ അഡ്വക്കേറ്റ് ഷിനു സാർ വന്നിരുന്നു. പുള്ളി ഞങ്ങളുടെ ഒരു പാർട്ടിയിലും ഇല്ല. ഞങ്ങൾ പുള്ളിക്ക് വോട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നുള്ള പ്രതീക്ഷയും പുള്ളിക്കുണ്ട്. പക്ഷേ പുള്ളി ജനങ്ങളിലോട്ട് കടന്നു വന്നത് മനുഷ്യത്വം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പുള്ളി ഞങ്ങൾക്ക് കടന്നു വന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ചർച്ച കാണുന്ന പല നേതാക്കളും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു വഴി വെച്ചത്, സത്യം പറഞ്ഞാൽ കോടതിയിലെ കേസുമായിട്ട് ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു വഖഫിന്റെ ഒരു ചെറിയ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നം വലുതാക്കി മാറ്റിയത് സത്യം പറഞ്ഞ ജോഷിച്ചനാണ്. സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളുടെ ഇടവകയിലോട്ട് കടന്നു വന്ന് ഞങ്ങളുടെ ഇടവകയുടെ വേദനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ പോരാട്ട വീര്യത്തിലോട്ട് എത്തിച്ചത് ജോഷിച്ചനാണ്. ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് നമുക്ക് അറിയാം. ജോഷിച്ചന്റെ വീഡിയോ ആണ് എല്ലാ ദിവസവും ഇടുന്നത്. അപ്പൊ ജോഷിച്ച അച്ഛൻ ഞങ്ങൾക്ക് സ്നാപക യോഹന്നാനാണെങ്കിൽ ഒരാള് ഇതിന്റെ പിന്നാലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വരും, മാതാവ് വരുത്തുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ജനപ്രതിനിധികളോട് പറയാനുള്ളത്, ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പറയും കരമടക്കാനുള്ള അനുവാദം കിട്ടി, എല്ലാവരും കരമടച്ചു എന്ന് പറയും. മണ്ടത്തരങ്ങൾ ആരും തന്നെ കാണിക്കരുത്. നമ്മുടെ ആവശ്യം കരമടക്കലല്ല. നമ്മുടെ ആവശ്യം ആ നിയമത്തിൽ ഭേദഗതി വരുത്തലാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്കിനി അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് നമ്മളോട് അവർ പറയാൻ പോണത്, നിങ്ങൾക്ക് കരമടക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വരും. പക്ഷെ ഒരു കാരണവശാലും കരമടക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ വസ്തു അത് നമ്മുടെ സ്വന്തമാണ്. അത് നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതിനെന്താണ്? ഇപ്പൊ വന്നിരിക്കുന്ന നിയമത്തിൽ ഭേദഗതി വന്നിരിക്കണം. പിന്നെ ഇപ്പൊ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത എല്ലാ ജനപ്രതിനിധികളോടും പറയാനുള്ള ഒരു കാര്യം, പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും എന്ത് ഇലക്ഷൻ ആയാലും ഇപ്പോ ഞങ്ങളോടൊപ്പം ആര് നിൽക്കുന്നോ അവരുടെ കൂടെ കടപ്പുറത്തുകാരുണ്ടാവും. ഇപ്പൊ ഞങ്ങളെ ആരവഗണിച്ചോ അവരെ അതേപോലെ തന്നെ അവഗണിക്കാനായിട്ട് കടപ്പുറത്തുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
വളരെ വ്യക്തമാണ്. ജോഷിച്ച ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ വഖഫിന്റെ ഒരു അധിനിവേശം വളരെ ഗുരുതരമായിട്ട് പ്രതിസന്ധിയാണ്. പക്ഷെ അതിന്റെ പുറകെ ഒരു മാലപ്പടക്കം പോലെ നിരവധി പ്രതിസന്ധികളാണ് ഈ ജനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊള്ളപ്പലിശ പോലത്തുള്ള വിഷയങ്ങൾ. ഒരു നിശബ്ദമായിട്ടുള്ള ഒരു കുടിയേർക്ക്, ഇപ്പോൾ വഖഫ് ഓൾറെഡി കുടിയേർക്ക് ഭീഷണി എടുത്തുന്നു, അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ ഒരു മാലപ്പടക്കം പോലെ അനുബന്ധ പ്രതിസന്ധികൾ ഈ ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അത് വലിയൊരു വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമല്ലേ ഈ പ്രദേശത്ത് സൃഷ്ടിക്കുക? തീർച്ചയായിട്ടും ഇത് ഒരു മാനുഷിക ദുരന്തമാണിത്. മാനുഷിക ദുരന്തം എന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സാംസ്കാരിക നേതാക്കളും ഒക്കെ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാദുരന്തമാണ് ചെറായി മുനമ്പം പരിസരത്തെ ജനത്തിൻ്റെ ജീവിതം. ഇപ്പോൾ പറഞ്ഞത് വളരെ സത്യമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവർ പോയിരിക്കുന്നു. വിദ്യാഭ്യാസപരമായ വലിയ പിന്നാക്കത്തിലേക്ക് പോകാനായിട്ടിരിക്കുന്നു. മുന്നിലേക്ക് എങ്ങനെ നീങ്ങണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം സ്റ്റക്കായ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഈ ജനം ഒന്നാകെ പാരലൈസ്ഡാണ്. ഈ ജനം ഒന്നാകെ പാരലൈസ്ഡാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് ഈ ജനത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മാതൃഭൂമിയും മനോരമയും ഇവിടുത്തെ ഗുലാണ്ടർമാരുണ്ടല്ലോ, ദേശാഭിമാനി, ഇവിടുത്തെ ചാനലുണ്ടല്ലോ, റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ, ഒരു വാർത്ത ഇതുവരെ കൊടുത്തായിട്ട് കണ്ടോ? നിങ്ങൾ കണ്ടോ? 24 ഇതുവരെ ഒരു വാർത്ത ഈ ചെറായി മുനമ്പം ജനത്തിൻ്റെ ഈ മഹാദുരന്തത്തെക്കുറിച്ച് ഒരു വാർത്ത ഈ പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ കൊടുത്തോ? ഇല്ല. ഇവിടെ ഉണ്ടല്ലോ സാംസ്കാരിക നായകന്മാർ, പലസ്തീനായിക്ക് വേണ്ടി കരയുന്നവര്. ഒരാളെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഈ മുനമ്പത്തെ ജനത്തിൻ്റെ പ്രശ്നം ഇത് വളരെ വിഷമം വരുത്തുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞൊരു വരി കുറിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞോ? ഇവിടെ ഉണ്ടല്ലോ ആനന്ദന്മാരും ഒക്കെ ഉണ്ടല്ലോ കുറേ. കഴിഞ്ഞോ? ഇല്ല. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞാൻ പറയും. മാധ്യമ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഇരകളാണ് ഈ ഇരിക്കുന്ന മനുഷ്യർ. പക്ഷേ ഇവര് തിരിച്ചു കിട്ടും. ഈ ജനം കഷ്ടതയിലൂടെ കടന്നുപോയി ശക്തിപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ നേരത്ത് ഇപ്പറയുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവർക്കൊന്നും ഈ പരിസരത്ത് കടക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇതോടൊപ്പം ഈ സംഭവത്തോടൊപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം മാറാൻ പോവുകയാണ് എന്ന് സത്യമായി നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണ് മാറാൻ പോകുന്നത്. ഇവിടെയുള്ള മനുഷ്യരിത് കാണുന്നുണ്ട്. ഈ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അധിനിവേശങ്ങളൊക്കെ മനുഷ്യർ കാണുന്നുണ്ട്. ആരൊക്കെയാണ് ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന കഞ്ഞി വെക്കുന്ന കള്ളന്മാരെന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഈ അവസ്ഥ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന കാപാലികന്മാർ ആരൊക്കെയാണെന്ന് ഈ ജനം തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുനമ്പങ്കാർ മാത്രമല്ല, കേരളത്തിലുള്ള സകല മനുഷ്യരും. അതുകൊണ്ട് തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. വളരെ വ്യക്തമാണ്. അച്ഛൻ വളരെ വൈകാരികമായിട്ട് തന്നെ അത് പ്രതികരിച്ചു. ഞാൻ നമ്മുടെ ഭൂസംരക്ഷണ സമിതി നേതാവ് ജോസഫേടിനെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് വളരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങ് നടത്തുന്ന ഈ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ പ്രത്യേകിച്ച് വലിയൊരു അധിനിവേശപരമായിട്ടുള്ള ഒരു ശക്തിക്കെതിരെയാണ് പോരാട്ടം നടത്തുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ സൈഡിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നടത്തുന്ന നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൽ അങ്ങ് തിരിച്ചറിഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലേ? ഇവരുടെ ചില അജണ്ടകൾ, അത് വളരെ ായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളൊന്ന് പങ്കുവയ്ക്കാം. 2022 ജാനുവരി 13 തീയതിയാണ് വഖഫിൻ്റെ CEO കൊച്ചി തഹസിൽദാർക്ക് നോട്ടീസ് കൊടുക്കുന്നു, അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ കരോടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും നടപടി ആവുന്നില്ല. ഞങ്ങൾ ഉടനെ അച്ഛനായിട്ട് കുറച്ച് ആൾക്കാർ കൂടി റവന്യൂ മന്ത്രിനെ കാണാൻ വേണ്ടി പോയി. CPIയുടെ നേതാവൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാത്തിങ്ങനെ ഇരുന്നിരുന്ന് അദ്ദേഹം വന്നത് 3-4 മണിക്കൂർ കഴിഞ്ഞപ്പിന്നെയാണ്. ഇത് വക്കഭൂമിയാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ആ വക്കഭൂമി അങ്ങനെയാണ്, ഇത് പുള്ളി അടുപ്പിച്ചില്ല അങ്ങോട്ട്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നൈറ്റിൽ ഞങ്ങളെല്ലാവരും കൂടി ഇനി എന്താണ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ MLA-യോടൊക്കെ കണ്ടു. തിരുവനന്തപുരത്ത് പോയി കിടന്ന് ഞങ്ങൾ തിണ്ണനിറങ്ങി. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം തീരാൻ പോയി. അടുത്ത 28-ാം തീയതി നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തീരും
എന്ന് പറഞ്ഞ ഞങ്ങൾ സന്തോഷമായിട്ട് പോന്ന്. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലാൻ നേരത്ത് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി പോയി. ചികിത്സ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അപ്പോൾ വീണ്ടും ബൈ ഇലക്ഷൻ വന്നു. ഇതെല്ലാം കടന്നു പോയതിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ റൂട്ട് മാറി. വക്കപ്പിൻ്റെ ആൾക്കാർ വന്നിരുന്ന് അത് ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് MLA വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് പുള്ളി ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടി ഓരോ ഓഫീസിലും കയറി ഇറങ്ങി ഞങ്ങൾക്ക് കരമടക്കാനായിട്ടുള്ള ഓർഡർ ഇട്ട് തന്നു. ഈ 2019 ഈ ഭൂമി അവർ എഴുതിയെടുത്തുകൊണ്ട് വക്കപ്പിൻ്റെ ഭൂമി ആക്കി വെച്ചുകൊണ്ട് കരമടക്കാൻ നമുക്ക് ഓർഡർ ഇട്ട് തന്ന ആ മലയാളം ഞങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് ഞങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് കാണുന്നത്. അതിനകത്ത് വക്കഭൂമിക്ക് കരമടക്കാനാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു ചതിയാണ് ഞങ്ങളോട് ചെയ്തത്. വക്കഭൂമിക്കാണ് നമ്മൾ കരമടക്കുന്നത്, നമ്മുടെ ഭൂമിക്കല്ല, ഭൂമിക്ക്. കാരണം ഭൂമി അവൻ്റെ കയ്യിലല്ലേ, ഭൂമി അവൻ്റെ കയ്യിലാണ്, അവൻ്റെ ഭൂമിക്കാണ് നമ്മൾ കരമടക്കുന്നത്. വലിയൊരു അഴിമതിയാണ് ഫാദർ ജോഷി അച്ഛാ ഇവിടെ നടന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറം തേടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. വളരെ ഒരു ഡോക്യുമെൻറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. ഇത് എവിടെ ചെല്ലും? അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചും ഈശോയോട് പ്രാർത്ഥിച്ചും ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഓരോടത്തും ഇതിൻ്റെ ഒരു രേഖ പോലും ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് രേഖകളെല്ലാം കിട്ടി. 1975 ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്. ഇത് വക്കഫ് ഭൂമിയല്ല, ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സാധനരിപ്പുണ്ട്, ഇവിടെ ഈ ബെന്നിയുടെ കയ്യിലുണ്ട്, ഇവിടെ ആൾക്കാരുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വക്കഫ് ഭൂമിയല്ല, ഫറൂഖ് കോളേജിൻ്റെ ഗിഫ്റ്റ് ഡീഡാണ് എന്ന് പറയുന്ന ആ ജഡ്ജ്മെൻറ്റ് ഇവിടെ ഉള്ളപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ല. ആ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ജീവനോടെ കോടതിയിലും അന്തരീക്ഷത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വക്കപ്പ് കാണിച്ച ഈ തിടുക്കം, അച്ഛൻ പറഞ്ഞ പോലെ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘം, ആ വാക്കാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അവർ ചെയ്ത ഈ ചതി അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആകാം, ഒന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഫറൂഖ് കോളേജിന് ക്രയവിക്രയം ചെയ്യാം, തേങ്ങ മാങ്ങാലല്ല ക്രയവിക്രയം ചെയ്യുന്നത്. ഭൂമി പണയം വെക്ക, വിൽക്ക, ക്രയവിക്രയം ചെയ്യുക. അതിൻ്റെ താഴെ തന്നെ പറയുന്നു ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇതിങ്ങനെ അദ്ദേഹം എഴുതാനൊരു കാരണമുണ്ട്. അന്ന് കടലിങ്ങനെ കയറി ഇപ്പുറത്തോട്ടൊക്കെ പോരും. അന്ന് വീട് തോളയിൽ വെച്ച് നടക്കുന്നൊരു കാലഘട്ടം അദ്ദേഹത്തിന് കാര്യം അറിയാതെ ചിലപ്പോൾ ഇത് കിട്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടും. അതുകൊണ്ട് അങ്ങോട്ട് അതിനകത്ത് ഒരു ക്ലോസും കൂടി ചേർത്തു. ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എൻ്റെ കുടുംബത്തിലോട്ട് തന്നെ ഈ സാധനം തിരിച്ചെത്തണം എന്നുള്ള ഒരു ക്ലോസും കൂടി അദ്ദേഹം അതിനകത്ത് എഴുതി ചേർത്തു. അത് മാതാവിൻ്റെ കയ്യൊപ്പായിരിക്കും അവിടെ നടന്നിരിക്കുന്നത് അല്ലേ? കാരണം ഈ എന്ത് ചതി ചെയ്താലും എവിടെയെങ്കിലും ഒരു വെട്ടം ഉണ്ടാവും. അപ്പോൾ ഇതൊരു വക്കഫ് ഭൂമി അല്ല എന്ന് ഇപ്പം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഭൂസംരക്ഷണ സമിതി എത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്. വക്കഫ് എന്ന് പറയുന്നത് ഭണ്ഡാരത്തിൽ പൈസ ഇട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എടുക്കാൻ വേണ്ടി ചെന്നാൽ അവനെ പോലീസ് പിടിക്കും, കള്ളനാണവൻ. ഇപ്പം തിരിച്ചെടുക്കാൻ വന്ന ആൾക്കാരുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും. അത് പെർമനന്റ് ഡെഡിക്കേഷനാണ്. ഒരിക്കലും അതൊരു സമർപ്പണമാണ്. വളരെ ആലോചിച്ച് ഒരു 10 സെൻറ്റ് ഭൂമി മാതാവിനോ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ അമ്പലത്തിനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ആലോചിച്ച് അതിനകത്ത് അവകാശങ്ങളെല്ലാം കൊടുത്ത് തെങ്ങുകാറ്റക്കാരൻ്റെ അവകാശങ്ങൾ വരെയും കൊടുത്ത് വളരെ പവിത്രമായി കൊടുക്കുന്നതാണ് വക്കഫ്. ഞങ്ങളിത് മനസ്സിലാക്കാൻ കാരണം ഒരുപാട് മുസ്ലിം കൂട്ടുകാരെല്ലാം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം കൃത്യമായി പറഞ്ഞു തന്നതാണ്. ഞങ്ങൾ ഈ 2022 വക്കഫ് എന്നുള്ള 3 അക്ഷരം കേൾക്കുന്നത്. ഈ 3 അക്ഷരത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ ഇനിയും ഇതിൻ്റെ പുറകെ നടന്ന് നാണം കടൽ നല്ലത്. ഇവർ എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ. ഈ 114 ഏക്കർ ഭൂമിയും കുറച്ച് വെള്ളവും ഞങ്ങളിങ്ങോട്ട് ഒഴിവാക്കി തന്നാൽ ഈ പ്രശ്നം തീർന്നു. ഇതിനു വേണ്ടി ആരെങ്കിലും നിൽക്കണം, അതിനുവേണ്ടി ആരെങ്കിലും ഇതിൻ്റെ പുറകെ ഉണ്ടാകണം
ഇപ്പോൾ ജനിക്കാൻ പോകുന്ന പാർലമെന്റിലെ ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് തന്നെ വികലമാകാതെ പൂർണ്ണ രൂപത്തിൽ ഞങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ വഖഫ് എന്നേക്കും ഇല്ലാത്ത രീതിയിൽ 40 എന്ന് പറയുന്ന നിയമം മാറ്റി നല്ല രീതിയിൽ ആർഗ്യുമെന്റ് വന്നാൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. നമുക്ക് ചർച്ചയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ജനങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾ പരമാവധി ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ നേരിടുന്ന ഒരു വിഷയങ്ങൾ അത് ഷോർട്ടായിട്ടാണെങ്കിൽ 1-2 വാക്കുകളാണെങ്കിലും എല്ലാവരും ഒന്ന് പ്രതികരിക്കാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. വളരെ പെട്ടെന്ന് മൈക്ക് ജനങ്ങളിലേക്ക് കൈമാറാം. പ്രിയമുള്ളവരെ, വഖഫ് ബോർഡിൻ്റെ പ്രശ്നത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. പക്ഷേ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കത്തക്ക വിധത്തിൽ വച്ച് നീട്ടി കൊടുക്കുകയാണ് ചെയ്തത് ഒരു മതസംഘടനയ്ക്ക്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ഇന്ന് കടന്നു പോകുമ്പോൾ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നിയമങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ മണിപ്പൂർ, പല സ്ഥലങ്ങളിലും ഇന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്നു. തരണം ചെയ്യാനോ അതിനെ എതിർക്കാനോ ആർക്കും കഴിയുന്നില്ല. പക്ഷെ നമ്മളുടെ കേരളം അതിലും വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഇതിനു വേണ്ടി ശക്തമായി പ്രതിരോധിക്കാൻ നമ്മുടെ വൈദിക രംഗത്ത് വന്നു. അതുപോലെ തന്നെ ആരൊക്കെ തന്നെയാണ് രംഗത്ത് വന്നു. ഇവിടുത്തെ MLA ഉണ്ണികൃഷ്ണൻ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പലയിടങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരം നിരങ്ങിയെന്ന് പറഞ്ഞു. അവിടെയൊക്കെ നിരങ്ങുവാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതൊരു പൊതുസമ്മേളനം വിളിച്ചു കൂട്ടിയാലും ഇവിടെ എത്തിച്ചേരും. ഞാൻ എല്ലാത്തിനും തന്നെ പങ്കെടുക്കാറുണ്ട് ഇവിടെ. പക്ഷേ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ കാണാൻ സാധിക്കും. പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് യോഗ്യമാണോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതുണ്ട് മുൻപും. പക്ഷെ അവർ കൊണ്ടുവന്ന ആ നിയമത്തെ ചൊല്ലിക്കൊണ്ടാണ് ഇന്ന് ഇവർ നമ്മളെ കടന്നുകയറ്റമുണ്ടായിരിക്കുന്നത്. അത് ആദ്യം നിർത്തലാക്കണം. ഇനി ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാതിരിക്കണം. അതാണ് വേണ്ടത്. അല്ല പരസ്പരം പഴിചാരിയിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. ഇതിനെ ചോർത്ത് നിൽക്കാൻ നിൽക്കുന്നവരോട് ചേർന്നുകൂടി നിൽക്കുക. എൻ്റെ പേര് മിനി അലക്സാണ്ടർ. ഞങ്ങൾ സാധാരണ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തി വന്നിട്ട് ആ പൈസ കൂട്ടി വെച്ച് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റൂല. ഞങ്ങളപ്പോൾ ആശ്രയിക്കുന്നത് സാധാരണ വായ്പ എടുത്തും കുടുംബശ്രീ എടുത്തും ഒക്കെയാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ പട്ടയം വെക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ മകൻ ഇപ്പോൾ 2ാം വർഷ നഴ്സിംഗ് പഠിക്കുകയാണ്. 3ാം വർഷത്തെ പൈസ കെട്ടാതെ അവൻ്റെ പഠിപ്പ് മുടങ്ങി പോകുമോ എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയുള്ള ഓരോരോ പ്രയാസങ്ങൾ. മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആ ഒരു കുഞ്ഞിനെ കെട്ടിക്കാൻ പറ്റാത്തോളം മത്സ്യസമ്പത്ത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോരോ വായ്പകളെയാണ് ആശ്രയിക്കുന്നത്. ഇതെല്ലാം മറികടന്ന് എല്ലാം പോട്ടെ, ഞങ്ങൾക്ക് ഇനി 55 കൊല്ലമായി ഞാനിവിടെ പാർക്കുന്നത്. ഈ കിടപ്പാടം വിട്ടു പോകുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞങ്ങൾക്ക് അതിന് പരിശുദ്ധമ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്കറിയാം. എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആത്മഹത്യ അല്ലാതെ ഒന്നിനുമില്ല. എന്നാലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യൂല. അങ്ങേറ്റം വരെ ഞങ്ങൾ ഇതിനെതിരെ പോരാടും. എൻ്റെ പേര് ഷിനു ആൻ്റണി എന്നാണ്. ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി വളർന്ന നാടാണിത്. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള റവന്യൂ പരമായിട്ടുള്ള വലിയ അറിവുകളൊന്നുമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മളറിയാവുന്ന കാര്യം, നമ്മൾ ഒരു സ്ഥലം വാങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ നിന്നായാലും ഞങ്ങളൊരു സ്ഥലം വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആധാരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പൈസ തരുന്നു, ഞങ്ങളുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നു, നമ്മളതിൽ നികുതി അടച്ച് പോക്കുവരവ് ചെയ്ത് ഗവൺമെൻറ് പേപ്പറിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരെ കൊടുത്ത് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഭൂമി ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ വേറൊരാൾ വന്ന് പെട്ടെന്ന് അയാളുടെ ആണ് ഇതിൽ നമുക്കൊന്നും അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കരമടക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വളരെ എന്താ പറയുക, നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞല്ലോ വളരെ വിഷമകരമായ ഒരു അവസ്ഥ പെട്ടെന്ന് വന്നിരിക്കുന്നു. അപ്പം ഇതിന് ആരുടെയാണ് ഈ പ്രശ്നം? കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്റ്റാമ്പ് പേപ്പറിൽ നമുക്ക് എഴുതി തന്ന ഭൂമിയിൽ മറ്റൊരാൾ അവകാശം ഉന്നയിക്കുമ്പോൾ ഗവൺമെൻറ് നമ്മുടെ കൂടെയില്ല. അതിപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ MLA ഒക്കെ നമ്മുടെ കൂടെ വന്നു നിന്നു. നമ്മളുടെ MP അടക്കം അന്ന് MP ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ MP ആയിട്ടുള്ള ഹൈബീഡൻ ഇവിടെ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വക്കീലായതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സകലമാന കാര്യങ്ങളും പുള്ളിക്കറിയാം. കേരള ഗവൺമെൻറ് ഇതിലൊന്നും ചെയ്യാനില്ല, കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും, നിങ്ങളുടെ കൂടെ എന്ത് കാര്യത്തിനുണ്ടാകും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം MP ആയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനെതിരെ വഖഫ് സംരക്ഷണ നിയമത്തിനെതിരെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പോയപ്പോൾ അതിനെതിരെ ശബ്ദിച്ചതും MP തന്നെയാണ്.
അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാണ് വിശ്വസിക്കുന്നത്? വ്യക്തമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ തോമസ് അച്ഛനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ്റെ അഭിപ്രായം ഒന്ന് ഈ വിഷയത്തിൽ പങ്കുവയ്ക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇതൊരു മത്സ്യബന്ധന ഏരിയയാണ്. മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതലും. 600-ൽ പരം കുടുംബങ്ങളിൽ ഒരാളെങ്കിലും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അന്നന്നേ അപ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. വലിയ സമ്പാദ്യമോ വലിയ മുതൽക്കൂട്ടുകളോ ഒന്നുമില്ലാത്ത കുടുംബങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അപ്പോൾ അവരുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് ഗവൺമെൻറ്റിന് ടാക്സ് അടച്ച് അവർ കൈപ്പറ്റിയിരിക്കുന്ന അവരുടെ കയ്യിലുള്ള ആധാരമാണ് ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ തന്നെ, ഇപ്പോൾ മക്കളുടെ പഠനത്തിനായാലും അതുപോലെ തന്നെ വിവാഹത്തിനായാലും മറ്റ് ഉപരിപഠനങ്ങൾക്കായാലും ഒരേകമായിട്ട് ആശ്രയിക്കുന്നത്, അനന്തമായിട്ട് അവർ ആശ്രയിക്കുന്നത് ഈ ഒരു ആധാരത്തിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം, ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. ആ ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ള ഈ 600-ൽ പരം കുടുംബങ്ങളുടെ അവസ്ഥ. ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ. ഒരവസ്ഥയിൽ നിരാശയിൽ കഴിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നൊരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആ സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന പലരും അത് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായിട്ട് തീരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു മതവിഭാഗം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം ദുഷ്കരമാണ്. അത് എത്ര തന്നെ നന്മയാണെന്ന് പറഞ്ഞാൽ വളരെയധികം ദുഷ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു നിയമ ഭേദഗതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമസ്കാരം, എൻ്റെ പേര് സിൻസി. അഭിമാനത്തോടു കൂടി തന്നെ പറയാണ്, ഞാൻ ഈ വേളാങ്കണ്ണി മാതാ ദേവാലയ ഇടവകാംഗമാണ്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. എൻ്റെ അവകാശം സംരക്ഷിക്കുക അല്ലെങ്കിൽ അതെനിക്ക് നേടിയെടുക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. അതെനിക്ക് നേടിത്തരുക എന്നുള്ളത് ഓരോ നീതിപീഠത്തിൻ്റെയും കടമ കൂടിയാണ്. എങ്കിലും ഞാൻ എല്ലാവരോടും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ആഞ്ഞടിക്കുന്ന കടലിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഓരോ ദിനവും അവർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് തുച്ഛമായ വരുമാനത്തിലൂടെ അവരുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെയുള്ള മക്കളാണ് ഈ പ്രദേശത്ത് ഭൂരിഭാഗവും. അപ്പോൾ ഞങ്ങളുടെ ദുഃഖം കാണാനോ ഞങ്ങളാൽ ജയിക്കപ്പെട്ട് നീതിപീഠത്തിലിരിക്കുന്നവർ ഞങ്ങളുടെ ദുഃഖം കാണാനായിട്ട് വരികയോ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് ആരും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ഉറച്ചു പറയുകയാണ്, ഈ ഇരിക്കുന്ന അമ്മ മാതാവ് ഞങ്ങളുടെ വലത്ത് കരം പിടിച്ച് ഞങ്ങളുടെ ഈശോപ്പച്ചനും ഞങ്ങളുടെ ഇടത്ത് കരം പിടിച്ച് ഞങ്ങളുടെ വേളാങ്കണ്ണി മാതാവും ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഞങ്ങളെ തകർക്കാനായിട്ട് ഒരു നാരകീയ ശക്തിക്കും, അങ്ങനെ തന്നെ പറയണ്, ഒരു നാരകീയ ശക്തിക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ ജനസമൂഹം ഒറ്റ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ പോരാടും. ഞങ്ങൾ നീതി നേടിയെടുക്കും എന്ന് തന്നെ പറഞ്ഞോളുന്നു. ഞാനിവിടെ 6 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ വന്ന് എൻ്റെ കാരണന്മാരെ കൂടി വന്നത്. അന്ന് തുടങ്ങി ഞങ്ങളെ അച്ഛനും അമ്മയും ചേട്ടന്മാരും എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഇത്രയും നിലയിൽ ഈ ജീവിതം ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഭൂമിയെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭൂസംരക്ഷണ സമിതിയുടെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഇപ്പം ഈ സമരത്തിൽ എല്ലാ മതവിഭാഗങ്ങളും കൂടി എന്നാണ് നടത്തുന്നത്. അതിൽ SNDP എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ നിർത്തുന്നു. താങ്ക് യു. ഇപ്പം ഇവരെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ കാണാം ഒരു വള്ളവന്മാരുടെ മക്കളാണ് ഈ വിധങ്ങളൊക്കെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നത്. എല്ലാവരും ഈ കടലിൻ്റെ ഇടി കൊണ്ടും മത്സ്യത്തൊഴിലാളികൾ പോയി വേലെടുത്ത് കിട്ടുന്നതും ഈ കൊച്ചുമക്കളെ പോറ്റിയും പിടിച്ചും ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നവങ്ങളാണ്. ഇവർക്ക് ഒരു ആശ്രയം ഇന്നും ഇല്ല. എല്ലാ പാർട്ടിക്കാരും പറഞ്ഞിട്ട് എല്ലാവരും ജയിച്ചും പിടിച്ചൊക്കെ പോകേണ്ട അത് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ കേസ് ഇങ്ങനെ ഇപ്പൊ വരാൻ കാരണം ഇത് ഭൂമി വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. കേസുണ്ടായിട്ട് ഇത് സേട്ടുവിൻ്റെ ഇരുന്ന് ഇത് ഫറൂഖ് കോളേജിന് സേട്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് വിലക്ക് നിൽക്കുന്ന ഭൂമിയാണ്. ഇത് സർക്കാരിൻ്റെ എല്ലാ അവകാശങ്ങളും സർക്കാരിന് കൊടുത്ത്
സർക്കാരിന് കൊടുത്ത് ഈ ഇതിൻ്റെ ആധാരവും പിന്നെ പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാം സർക്കാരിലോട്ട് നികുതി കെട്ടി എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇത് ഇപ്പോൾ ഒരു അവകാശം ഉന്നയിച്ച് വന്നെന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജനങ്ങളൊക്കെ ഇതുങ്ങളൊക്കെ മുഖത്ത് പോയിക്കൊണ്ട് ഇവന്മാർ പിടിച്ചു കുറച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. ഇതിനൊരു പരിഹാരം കാണാൻ അച്ഛനോടൊക്കെ ഞാൻ പറയുകയാണ്. അച്ഛോ, ഇത് നമുക്കൊരു ഭീമ ഹർജി നമ്മൾക്ക് രാഷ്ട്രപതിക്ക് കൊടുക്കണം. ശരിക്കും പറഞ്ഞാലേ നമ്മളുടെ ഈ 1-ാം വാർഡിനെ ഗാസാന്നും 2-ാം വാർഡിനെ റഫാന്നും പേരിടണം. അങ്ങനെ പേരിട്ട് കഴിയുമ്പോൾ ഇപ്പം എല്ലാ സാംസ്കാരിക നായകരും ഇവിടേക്ക് എത്തും. കാരണം ഇപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ കിടന്നുകൊണ്ടാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ താടിക്ക് താഴെ തീ പിടിക്കുമ്പോൾ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് ചിരിക്കാന്ന് പറഞ്ഞുള്ളൊരു അവസ്ഥയാണ്. കാരണം നെഞ്ചു നൊന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു 30 കൊല്ലത്തെ വളർച്ച നമ്മുടെ ഈ നാടിന് നിന്ന് പോകും. കാരണം ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള യൂത്തിൻ്റെ എല്ലാം വളർച്ച മോരടിക്കണം. കാരണം ഒരു പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ പറ്റുന്നില്ല. അതുപോലെ താഴേക്കിടയിലേക്കുള്ള രീതിയിലേക്ക് വേണം നമുക്ക്. ഇപ്പം എനിക്കായാലും എൻ്റെ മോളെ കെട്ടിച്ചു വിടണമെങ്കിൽ, എൻ്റെ മോനെ പഠിപ്പിക്കണമെങ്കിൽ ഞാനോടൊപ്പം ഇതൊക്കെ ഞങ്ങൾ ആധാരം പണയം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾ എല്ലാവരും വളരെ കഷ്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ തന്നെയാണ്. പിന്നെ 100,000 പ്രശ്നങ്ങളുടെ ഉള്ളിലാണ് 2 തലയും കൂടി കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്നത്. അപ്പം ഇനി മലയാള ആൽഫബറ്റിൽ പുതിയ അക്ഷരങ്ങൾ കണ്ടുപിടിക്കണം ഇത് ഒന്ന് ഒപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ആധാരം കിട്ടി, പോക്കുവരത്ത് ചെയ്ത് കിട്ടിയ സാധനം വരെയും വല്ലവൻ്റെ എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെയൊക്കെ അഭ്യസ്ത വിദ്യരല്ലാത്ത കുറേ തലമുറകളുണ്ട്. അവർ അറ്റാക്ക് വന്ന് എത്തും. കാരണം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് മനസ്സിലാക്കാൻ ആരുമില്ല. എല്ലാവരും എന്താ പറയുക, കാശുള്ളവൻ തുള്ളുമ്പോൾ അതിൻ്റെ പുറകെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. കാരണം ഞങ്ങൾ അധകൃത വർഗങ്ങളാണല്ലോ, തീരദേശ നിവാസികൾ. വിവരമില്ല, വിദ്യാഭ്യാസമില്ല. അവ വളരെ പിന്തള്ളപ്പെട്ട ഒരു വിഭാഗം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് എത്രയോ രാത്രികൾ ഉറക്കില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നു. എത്രയോ ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്ത്. ആരെങ്കിലും അന്വേഷിച്ചാ? ആരെങ്കിലും ചോദിച്ചാ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഓരോരോ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. വളരെ വൈകാരികമായിട്ടാണ് ചേട്ടൻ അവതരിപ്പിച്ചത്. വാർഡ് മെമ്പറിലേക്ക് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് എക്സ്പെർട്സിലേക്ക് പോയി കൺക്ലൂഡ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ജിസ്ന സനൽ, ഞാനിവിടുത്തെ വാർഡ് മെമ്പറാണ്. 2022 ഈ ഭൂസംരക്ഷണ സമിതിയിൽ നമ്മൾ ബഹബോർഡിൻ്റെ പ്രശ്നം നമ്മൾ അറിയുന്നത്. അത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ഭൂസംരക്ഷണ സമിതി കൂടുന്നതും എല്ലാവരും ഇതേപ്പറ്റി അറിയുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അന്ന് ഞാനുൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ട് വെച്ചത് നമ്മൾ നമ്മുടെ സ്ഥലത്തിന് കരമടക്കുന്നുണ്ട്, അതുപോലെ വീടിന് കരമടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ നിർണ്ണയിച്ചത്. ഇപ്പം ഇന്ന് ഈ പറയുമ്പോൾ നമുക്ക് കരമടക്കാതെയും അതായത് ഞങ്ങൾക്ക് സ്ഥലങ്ങൾ പട്ടയം പണം വെക്കാതെയൊക്കെ വന്നപ്പോൾ വളരെയേറെ ആശങ്കയും വിഷമവും തോന്നി. ഞങ്ങൾ അത് കേസിന് പോവുകയും ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞങ്ങൾ എല്ലാ സമുദായക്കാരും എന്നുവെച്ചാൽ SNDP തുടങ്ങിയുള്ള എല്ലാ സമുദായക്കാരും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്, ഞങ്ങളുടെ മണ്ണ്, ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണത്. അപ്പം അപ്പോഴും നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ 3 സെന്റിലും 2 സെന്റിലും കളിച്ച് വളർന്നവർക്ക് അത് നഷ്ടപ്പെടുമ്പോഴൊരു വേദന എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം തന്നെയാണ് ഇത് പറയാനുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ പാർട്ടിയും ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരിക്കും തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും, ഭിന്നിപ്പുകൾ പറയുന്നവരുണ്ടാവും. പക്ഷെ ഒരു ജാതി ഒരു മതമായിട്ട് തന്നെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം തന്നെയാണ് പറയാനുള്ളത്. അതിന് എൻ്റെ പിന്തുണ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നൊരു സന്ദേശമാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ലായിരുന്നത്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നാലും പിന്നെ എൻ്റെ ഉള്ളിൽ കിടന്നത് തളച്ചുകൊണ്ടിരിക്കണേന്ന്. ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജയിപ്പിച്ച് വിട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കാര്യത്തിന് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലത്തിൻ്റെ സമരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭൂസംരക്ഷണക്കാരുണ്ട്,
മൊനമ്പത്ത് കുറച്ച് ഭൂസംരക്ഷണ സമിതിക്കാരുണ്ട്. അവരും എത്രാനെയും അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ഇതിന്റെ നിയമ നടപടികൾക്ക് പോകാൻ പോകുന്നുണ്ട്. നോക്കട്ടെ അതെങ്ങനെയാകുന്നു ഞാൻ നോക്കട്ടെ എന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, അതായത് നമ്മളെല്ലാവരും കൂടി ജയിപ്പിച്ച് വിട്ട രാഷ്ട്രീയ നേതാവ് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും അതിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണെന്ന്. അപ്പൊ അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം ഞാനിവിടെ പറയുന്നു, ഒരു രാഷ്ട്രീയ നേതാക്കളും നമ്മളോടൊപ്പം ഉണ്ടാകില്ല. ഞങ്ങള് മെത്രാന്റെയും അച്ഛനും അതുപോലെ തന്നെ അമ്പലത്തിന്റെ ശാന്തി ആരാണോ ഞങ്ങളോടൊപ്പം ഉള്ളത് അവർക്കിത് നേടിയെടുത്ത് തരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, അവരുടെ പുറകെ തന്നെ ഞങ്ങൾ പോകും, ഇത് നേടിയെടുക്കും. ഇത് രാഷ്ട്രീയ നേതാക്കൾക്കൊരു താക്കീതാണ്. താങ്ക് യു. ഞാൻ ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക്, എക്സ്പേർട്സിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പ്രതിസന്ധിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ഒരു സൊല്യൂഷൻ, അതാണ് ഈ ജനം ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ചർച്ച കൺക്ലൂഡ് ചെയ്യാം. ജോസഫ് ഏട്ടൻ. ഞാൻ ജിൻസി പറഞ്ഞതുപോലെ തന്നെ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടായി. ഇപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്. 2 മാസമായിട്ടുള്ള ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ തുടങ്ങിയിട്ട്. പക്ഷേ കേരളത്തിലും വേൾഡ് തലത്തിലും ഇത് വലിയ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു. പക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് വളരെ വിദൂരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇതിനകത്തേക്ക് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ വളരെ സ്ട്രോങ് ആയി നിന്നിട്ട് ഇത് വഖഫ് അല്ലാത്ത ഒരു ഭൂമി വഖഫായി എഴുതിയെടുത്തതിൻ്റെ പേരിൽ മുസ്ലിം പണ്ഡിതന്മാരും അവരുമായി ശരിയായ രീതിയിലുള്ള സംഭാഷണം നടത്തുകയും എഴുതിയെടുത്തിരിക്കുന്ന ഭൂമി വഖഫ് ബോർഡിൽ നിന്നും കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അതായത് നിയമമന്ത്രിയും എല്ലാവരെയും കൂടി ഇരുത്തി അതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഇത് മോചിപ്പിച്ച് തരാൻ സാധിക്കും. കാരണം എന്താണ്? ഇത് വഖഫല്ല, അതിന് വ്യക്തമായ തെളിവുണ്ട്. അതാണ് കത്തോലിക്ക സഭ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വരുന്ന 6 മാസത്തിനുള്ളിൽ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും കത്തോലിക്ക സഭയും സാമൂഹ്യ പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചു തരണം. അതല്ല എങ്കിൽ വലിയ വിഘാതങ്ങൾ ഉണ്ടാവും. അത്രമാത്രം എനിക്ക് പറയാനുള്ളത്. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, താങ്ക് യു. ജോഷിച്ച ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ ഭാരതത്തിൽ ഈ വഖഫ് നടത്തുന്ന ഈ അധിനിവേശ ശ്രമങ്ങൾ, അതിന് ഒരു അന്ത്യം കുറിക്കുവാനുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണോ നമ്മുടെ ഈ ചെറായി ഈ ഒരു ഭൂമിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ കേട്ട ഈ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ഈ പാവപ്പെട്ടവൻ്റെ നിലവിളി സ്വർഗം ഭേദിച്ചു പോകും. വേറെ ഏത് നിലവിളിയേക്കാളും ശക്തമാണത്. പിന്നെ പാവപ്പെട്ടവൻ നിലവിളിക്കുമ്പോൾ അയ്യോ സ്പർദ്ധ ഉണ്ടാക്കുന്നേ എന്ന് പറയുന്ന ആ ഏർപ്പാടുണ്ടല്ലോ, അത് മെത്രാനായാലും അച്ഛനായാലും ഈ പ്രസ്ഥാന നേതാക്കളായാലും അത് അവസാനിപ്പിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ അയ്യോ വേദനിക്കുന്നേ എന്ന് പറയവനെ നോക്കിക്കൊണ്ട് ഇളിച്ചുകൊണ്ട് പറയരുതടാ, സ്വരം ഉണ്ടാക്കല്ലേ, സ്പർദ്ധയുണ്ടാവും, മതസ്പർദ്ധയുണ്ടാവും. ആ ഏർപ്പാട് നിർത്തണം. ഈ ജനത്തിൻ്റെ കരച്ചിൽ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റത്തെ ശക്തിയായി. ഇപ്പോൾ ഒരു 6 മാസത്തെ ഒരു വാണിംഗ് ആണ് തന്നേക്കുന്നത്. സത്യത്തിൽ ജോസഫ് എൻജി ഇപ്പോൾ പറഞ്ഞത് ഒരു 6 മാസത്തെ ഒരു താമസം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ കത്തോലിക്ക സഭയ്ക്കും എല്ലാവർക്കും കൂടിയൊക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം കാര്യം അറിയുന്നതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം മാറും, തെളിച്ചങ്ങോട്ട് പറയുകയാണ്. 6 മാസത്തെ ഒരു കാലാവധി തരികയാണ്. 6 മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം പാടെ മാറിയിരിക്കും. അതിലൊരു സംശയമില്ല. 1. 2, ഇന്ന് ലത്തീൻ സഭയുടെ ഒരു സമുദായ നേതാവ് സുന്ദരമായൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി അതിൽ. അഡ്വക്കേറ്റ് ഷെറി തോമസ്, വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. എന്താണത്? അതായത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറയുന്നു ഇത് വഖഫിൻ്റേത് അല്ല. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് ഏതു ചെവിയിലാണ് വന്ന് പറഞ്ഞതെന്നുള്ളതാണ്. ഞങ്ങളാരും ഇത് കേട്ടിട്ടില്ല. മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ലീഗ് തന്നെയും മുന്നോട്ട് വന്ന് ഒച്ചത്തിൽ ഈ പൊതുസമൂഹത്തോട് പറയട്ടെ, ഈ വഖഫ് ബോർഡ് ഇപ്പം ചെയ്തിരിക്കുന്നത് അത് തെറ്റായിപ്പോയി എന്ന് പറയട്ടെ.
അല്ലാതെ ഇങ്ങനെ നേതാക്കന്മാരുടെ വായിലൂടെ പറയാൻ വേണ്ടി അവരുടെ ചെവിയിൽ വന്ന് പറയുന്ന ഏർപ്പാട് അത് ശരിയല്ല. അത് പബ്ലിക്കായി തന്നെ വന്നു പറയട്ടെ. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെ വഖഫിൻ്റെ ഈ അധിനിവേശം അത് ഏറ്റുപറഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അത് നിറഞ്ഞ സന്തോഷത്തോടെ കയ്യടിയോടുകൂടി, അങ്ങനെ സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കയ്യടിയോടുകൂടി നമുക്കൊന്ന് കൈയടിച്ച് തന്നെ ഈ മുസ്ലിം പണ്ഡിതന്മാരുടെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും ആ പ്രസ്താവന, അതായത് വഖഫ് ബോർഡിൻ്റെ ഈ കടന്നുകയറ്റം അത് നിയമപരമല്ല, അതിൽ തെറ്റുപറ്റി മതപരമായ വ്യക്തത കൃത്യത അതിൽ പാലിക്കാതെയാണ് അവരിത് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു നേതാവ് ഇന്ന് രാവിലെ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ സന്തോഷം. താങ്ക് യു. ശ്രീമതി സിജി, അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുറേ സംഘടനകൾ ഇപ്പോൾ നമ്മുടെ മീഡിയാസിലൊക്കെ കാണുന്നുണ്ട്. മുനമ്പം ബീച്ച് നിവാസികളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം. പക്ഷേ ഈ സപ്പോർട്ടുമായിട്ട് ആരും തന്നെ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട്ടൊന്ന് ഇറങ്ങി വരണം. ഇറങ്ങി വരാതെ മീഡിയാസിലൊക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് മാന്യമായ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് പ്രസ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാരായാലും വ്യക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരാണെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ധൈര്യം കാണിക്കണം. അപ്പോഴാണ് ഒരു ജനത്തിന്റെ നേതാവായി മാറുന്നത് ആ മനുഷ്യൻ. അതാരായാലും ഏത് സംഘടനയായാലും അവർ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ ഫ്ലെക്സും കാര്യങ്ങളും ഇടേണ്ടത്. നിങ്ങൾ ഞങ്ങളിലോട്ട് ഇറങ്ങി വരിക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുക, ഞങ്ങളെ കാണുക, സംസാരിക്കുക. ഞങ്ങൾക്കത് മതി, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. അതല്ലാതെ ഇപ്പൊ ഈ ഇരിക്കുന്ന അമ്മമാരൊന്നും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കുന്നവരല്ല. ഇവരൊക്കെ അവരുടെ വാക്കുകൾ മറ്റുള്ളവരോട് പറഞ്ഞ് ആശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്ഥലത്തോട്ട് വരണം. പിന്നെ ഇനി പറയാനുള്ള കാര്യം, ഞങ്ങൾ ക്രൈസ്തവർ എന്ന നിലയിൽ ഞങ്ങൾ ക്രൈസ്തവർ മാത്രമായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. ഹൈന്ദവ സമൂഹമുണ്ട്. ഒരു സാഹോദര്യത്തോടെ വളരുന്ന ഒരു സമൂഹമാണ് ഞങ്ങളുടെ സമൂഹം. ഇവിടെ ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരുമിച്ച് താമസിക്കുമ്പോഴും പലപ്പോഴും ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മാതാവിന്റെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ഹൈന്ദവരെ കാണാറുണ്ട്. അവർ ചെരുപ്പ് ആ ഗേറ്റിന്റെ പുറത്തിട്ടുണ്ടാണ് വന്ന് ഞങ്ങളുടെ മാതാവിനെ വന്ന് വണങ്ങുന്നത്. കാരണം അവർ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയിൽ അവരും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നമ്മുടെ യേശുക്രിസ്തുവിനെ തല്ലിച്ചതച്ചും കൊന്നും അവരടിച്ചമർത്താൻ നോക്കി ആ സമയത്ത്. പക്ഷേ യേശുക്രിസ്തു അടിച്ചമർത്തപ്പെട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ആ അപ്പന്റെ മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്നൊരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്കുള്ള ഒരു വാർണിംഗ് തന്നെയായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്കിവിടെ രാഷ്ട്രീയമില്ലാതെ നമ്മൾ എപ്പോഴും ഒരുമിക്കുന്നുവോ അപ്പോഴും നമുക്ക് നീതി കിട്ടുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. അടുത്ത ഇലക്ഷനിൽ നമ്മളത് കാണിച്ചു കൊടുക്കുകയും വേണം. നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത്, അത് ഏത് പാർട്ടി ആയാലും. അതല്ലാതെ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് കൂടെ ചേർന്ന് വരുന്നവരല്ല. കൂടെ നിന്ന് നമുക്ക് വിശ്വാസം വേണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നിയമത്തിന്റെ ഭേദഗതി ബില്ലോടെ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നമ്മളെപ്പോലെ വേദനിക്കുന്ന ഒത്തിരി പേർ രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി ചെയ്തിരിക്കണം. അത് നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട് ആരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതറിഞ്ഞു വേണം ഇനി നമ്മളൊന്നും കടപ്പുറം മൂരികളല്ലെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കണം. താങ്ക് യു. കേരളത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് കേരള ജനതയെ രക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച മത്സ്യത്തൊഴിലാളികളെ ഇവിടുത്തെ ഭരണകൂടം അന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ സൈന്യം എന്നാണ്. എന്നാൽ ആ കേരളത്തിന്റെ സൈന്യം സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഇന്ന്, നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ന്. തങ്ങൾ ജനിച്ച് വീണ മണ്ണിൽ നിലനിൽപ്പിനായിട്ടുള്ള ആ ഒരു പോരാട്ടം നടത്തുന്ന ആ ജനതയുടെ കണ്ണീര് കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ചെറായി മുനമ്പം പ്രദേശത്തെ ഈ ഒരു ജനങ്ങൾ ഇന്നത്തെ ഈ ഒരു ജനകീയ ചർച്ചാ പരിപാടിയിൽ പങ്കുവച്ചത്. തീർച്ചയായും വഖഫ് നടത്തുന്ന അധിനിവേശപരമായിട്ടുള്ള ആ ഒരു ശ്രമങ്ങൾക്കെതിരെ ആർജവത്തോടെ നട്ടലോടെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ, നടപടികൾ സ്വീകരിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത ഈ ഒരു മുനമ്പം ഈ ചെറായി പ്രദേശത്തെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു.
പറയുകയാണ്. ഒപ്പം ഈ ഒരു പ്രശ്നം പ്രവാചക ധീരതയോടെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച ഫാദർ ജോഷി മയ്യാറ്റിൽ, നിയമപോരാട്ടം നടത്തുന്ന ശ്രീ ജോസഫ് ബെന്നി, ഒപ്പം തന്നെ ശ്രീമതി സിജി, ഒപ്പം മറ്റെല്ലാവർക്കും ഈ ഒരു ഭൂസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് തോളോട് തോൾ ചേർന്ന് ഐക്യദാർഢ്യത്തോടുകൂടി ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.